പാവുമ്പ വടക്ക് പുതുശ്ശേരി മലനട ക്ഷേത്രത്തിൽ 41ാം ചെറുപ്പ് മഹോത്സവം നടത്തി. പുതുശ്ശേരി മലനട സംസ്കൃതി ഗ്രന്ഥശാല വാർഷികം, സംസ്കൃതി പുരസ്കാര സമർപ്പണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പാവുമ്പ വടക്ക് 12ാം മുറി പുതുശ്ശേരി മലനട ക്ഷേത്രത്തിൽ 41ാം ചെറുപ്പ് മഹോത്സവം നടത്തി. ഇതോടനുബന്ധിച്ച് പുതുശ്ശേരി മലനട സംസ്കൃതി ഗ്രന്ഥശാലയുടെ 1ാമത് വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. സംസ്കൃതി പുരസ്കാര സമർപ്പണവും നടത്തി. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രാരാധനയും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുമെല്ലാം നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇത്തരം പ്രവർത്തനത്തിലൂടെ ഒരു ആത്മീയ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നു. ആ സംസ്കാരത്തെ ആർക്കും മാറ്റി നിർത്താൻ കഴിയും. തിരുവാതിര എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇവിടെ ബഹുമാനനായ അധ്യക്ഷൻ പ്രതിപാദിച്ചതുപോലെ എത്രയോ വർഷങ്ങൾ ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു കലയാണ് തിരുവാതിര. ഷൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി അനീഷ് ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു. കൊല്ലം ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുരളീകൃഷ്ണൻ കവി കുരീപ്പുഴ ശ്രീകുമാറിന് പുരസ്കാരം സമ്മാനിച്ചു. സാംസ്കാരികമായ ഔന്നത്യം ശീലിച്ചും പാലിച്ചും എല്ലാം വളർന്ന ഒരു സമൂഹമാണ് ദ്രാവിഡ സമൂഹം. ഈ ദ്രാവിഡ സമൂഹത്തിന് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ സിന്ധു നദിയുടെ തീരത്തു നിന്നും തെക്കൻ പ്രദേശത്തേക്ക് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ഇന്ന് എങ്ങനെയാണോ ഗാസയിൽ നിന്നും അമ്മമാര് കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഓടി രക്ഷപ്പെടുന്നത്, പുരുഷന്മാര് കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നത്, അതുപോലെ ഒരു ജനത സിന്ധു നദിയുടെ തീരത്തു നിന്നും തെക്കോട്ട് പലായനം ചെയ്യുകയാണ്. ഷൂർനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ശ്രീകുമാർ കർഷകർക്കുള്ള ആദരം നിർവഹിച്ചു. സംസ്കൃതി ഗ്രന്ഥശാല പ്രസിഡന്റ് K. രാജൻപിള്ള, താമരക്കുളം ഗ്രാമപഞ്ചായത്ത് 14ാം വാർഡംഗം ശ്രീജ, സന്ധ്യ സുമേഷ്, സംസ്കൃതി ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി വിശാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ.